രാത്രിയിൽ ബ്ലാക്ക്മിയറിലെ മണികൾ മുഴങ്ങിയപ്പോൾ ആ ഗ്രാമം എന്നേക്കുമായി മാറിപ്പോയി എന്ന് അവർ പറയുന്നു. മൂടൽമഞ്ഞിൽ മുങ്ങിയ കുന്നുകൾക്കും അനന്തമായ വനങ്ങൾക്കും ഇടയിൽ ഒതുങ്ങിയ ഒരു സ്ഥലം. അവിടെ എത്തുന്ന സഞ്ചാരികൾ ആ ഗ്രാമത്തെ വർണ്ണിച്ചിരുന്നത് കാലം ഉപേക്ഷിച്ചുപോയ ഒരിടം എന്നാണ്. കുടിലുകൾ അടുത്തടുത്തായി കൂട്ടം കൂടിയിരിക്കുന്നു. കരിങ്കൽ പാതകൾ കാലപ്പഴക്കത്താൽ വളഞ്ഞും പുളഞ്ഞുമിരിക്കുന്നു. പള്ളിയുടെ ഗോപുരം ഒടിഞ്ഞ പല്ലുപോലെ ചക്രവാളത്തിനെതിരെ ചാരി നിൽക്കുന്നു. പതിറ്റാണ്ടുകളായി ആ ഗ്രാമത്തിലെ മണി നിശബ്ദമായിരുന്നു. കയറു ദ്രവിച്ച് പൊട്ടിയതുമുതൽ ആ വലിയ ഓട്ടുനാവ് നിശ്ചലമായിരുന്നു. അത് മാറ്റിസ്ഥാപിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല. അത് അങ്ങനെയിരിക്കുന്നതാണ് നല്ലതെന്ന് ആളുകൾ പറഞ്ഞിരുന്നു. കാരണം 60 വർഷം മുൻപ് ആ മണി അവസാനമായി മുഴങ്ങിയപ്പോൾ മരിച്ചവർ മൂടൽമഞ്ഞിലൂടെ നടന്നിരുന്നു. എന്നാൽ ഒരു കൊടുങ്കാറ്റുള്ള രാത്രിയിൽ കാറ്റ് ജീവനുള്ള ഒന്നിനെപ്പോലെ മലഞ്ചെരിവുകളിലൂടെ അലറിക്കരഞ്ഞപ്പോൾ ഒരു സഞ്ചാരി വീണ്ടും ആ ശബ്ദം കേട്ടു. അവളുടെ പേര് അന്ന ഫ്ലെച്ചർ, 25 വയസ്സുള്ള ഒരു യുവതി. അവൾ ഒരു ഗ്രാമവാസിയായിരുന്നില്ല, ഒരു തുകൽ സഞ്ചിയും മങ്ങിയ പ്രകാശമുള്ള റാന്തലും വഴിതെറ്റിപ്പോകാൻ നിർഭാഗ്യവശാൽ കഴിവുമുള്ള ഒരു സഞ്ചാരിയായിരുന്നു. മഴ അവളുടെ മേലങ്കിയിൽ ആഞ്ഞടിച്ചു. ചെളിയിൽ അവളുടെ ബൂട്ടുകൾ നനഞ്ഞു. മണിക്കൂറുകളോളം അവൾ അഭയസ്ഥാനം തേടി നടന്നു. ഓരോ പാതയും ഇരുട്ടിൽ അപ്രത്യക്ഷമായതായി അവൾക്ക് തോന്നി. താഴ്ന്നതും ദുഃഖഭരിതവുമായ മണിനാദം കേട്ടപ്പോൾ അവൾ തറഞ്ഞുനിന്നു. അവളുടെ ആദ്യത്തെ ചിന്ത ആശ്വാസമായിരുന്നു. ഒരു പള്ളി, അവൾ സ്വയം മന്ത്രിച്ചു. ദൈവത്തിനു സ്തുതി. അവൾ ആ ശബ്ദം പിന്തുടർന്ന് ഒരു ഇടുങ്ങിയ വഴിയിലൂടെ നടന്നു. അവളുടെ റാന്തൽ മഴയെ ഭേദിച്ച് വെളിച്ചം നൽകാൻ പാടുപെട്ടു. വഴി വളഞ്ഞും താഴ്ന്നും അവളുടെ കാലുകൾ വലിച്ചെടുത്തു. ഒടുവിൽ മൂടൽമഞ്ഞിലൂടെ ഒരു കെട്ടിടം പ്രത്യക്ഷപ്പെട്ടു. വളഞ്ഞ ഒരു കരിങ്കൽ കെട്ടിടം, ഉയരവും ഗൗരവവുമുള്ളത്. അതിന്റെ ഗോപുരം കാലപ്പഴക്കത്താൽ വിണ്ടുകീറിയിരുന്നു. ജനലുകൾ കാഴ്ചയില്ലാത്ത കണ്ണുകൾ പോലെ തുറന്നിരുന്നു. ഇരുമ്പുചങ്ങലകൾ അതിന്റെ വാതിലുകളിലും ഭിത്തികളിലും ചുറ്റിയിരുന്നു. അപരിചിതരെ പുറത്തു നിർത്താനല്ല, അകത്തുള്ള ഒന്നിനെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചതുപോലെ. എങ്കിലും മുകളിൽ മണി ആടിക്കൊണ്ടിരുന്നു. ഒരു കയറും അതിൽ തൊട്ടിരുന്നില്ല. അന്നയുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. എന്തോ തെറ്റുണ്ട്. പക്ഷേ മഴ വിട്ടൊഴിയാതെ പെയ്തുകൊണ്ടിരുന്നു. ക്ഷീണം അവളുടെ എല്ലുകളെ ഞെരുക്കി. അവൾ പള്ളിയുടെ വശത്തേക്ക് നടന്നു. ഒരു പൊട്ടിയ ജനൽ കണ്ടെത്തി. അതിലൂടെ അകത്തേക്ക് വഴുതിക്കേറി. ആദ്യം അവളെ തടഞ്ഞത് നിശബ്ദതയായിരുന്നു. ഒന്നുമില്ലായ്മയുടെ നിശബ്ദതയായിരുന്നില്ല, മറിച്ച് ശ്വാസം മുട്ടിക്കുന്ന ഒരവസ്ഥ. പുറത്ത് കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അകത്തെ വായു വരണ്ടതായിരുന്നു, പൊടി നിറഞ്ഞു കട്ടിയുള്ളത്. ബെഞ്ചുകളുടെ നിരകൾ മാറാലകൾക്കിടയിൽ കൂണിക്കൂടിയിരുന്നു. പ്രതിമകൾ തലയില്ലാത്ത രൂപങ്ങളായി തകർന്നുപോയിരുന്നു. പക്ഷേ കരിങ്കൽ തറയിൽ പൊടിക്ക് മുകളിൽ തിളങ്ങുന്ന പുതിയ നനഞ്ഞ കാൽപ്പാടുകളുണ്ടായിരുന്നു. അടുത്തിടെ നടന്നത്. അത് ബലിപീഠത്തിലേക്ക് നയിക്കുന്നു. അവളുടെ തൊണ്ട വറ്റിവരണ്ടു. ആരെങ്കിലും ഇവിടെയുണ്ടോ? അവൾ മന്ത്രിച്ചു. ശബ്ദം വളരെ ഉച്ചത്തിൽ പ്രതിധ്വനിച്ചു. അവൾ ആ വഴി പിന്തുടർന്നപ്പോൾ അവളുടെ റാന്തലിന്റെ തിരികെട്ടുപോയിരുന്നു. അപ്പോൾ അവൾ അത് കണ്ടു. ഒരു കുരിശായിരുന്നില്ല, ഒരു വിശുദ്ധ രൂപമായിരുന്നില്ല, ഒരു കണ്ണാടി. അത് ബലിപീഠത്തിന് മുകളിൽ തുരുമ്പിച്ച ആണികൾ ഉപയോഗിച്ച് ഭിത്തിയിൽ തറച്ചിരുന്നു. അതിന്റെ ഉപരിതലം വിണ്ടുകീറിയിരുന്നു. അതിന്റെ ചട്ടക്കൂട് തീയിൽ കത്തിക്കരിഞ്ഞതുപോലെ കറുത്തതായിരുന്നു. കാൽപ്പാടുകൾ അതിനു മുമ്പിൽ അവസാനിച്ചിരുന്നു. അന്ന അടുത്തു ചെന്നു. അവളുടെ പ്രതിബിംബം വിളറിയതും കണ്ണുവിശാലവുമായ മുഖത്തോടെ അവളെ നോക്കി. അവൾ റാന്തൽ ഉയർത്തി. അവളുടെ പ്രതിബിംബം ചിരിച്ചു. അന്ന ചിരിച്ചില്ല. തീനാളം കെട്ടു. ഇരുട്ട് പള്ളിയെ വിഴുങ്ങി. പുറത്ത് മണി വീണ്ടും മുഴങ്ങി. രാവിലെയായപ്പോൾ മഴ നിന്നു. കട്ടിയുള്ള മൂടൽമഞ്ഞ് ബ്ലാക്ക്മിയറിലെ വളഞ്ഞ പാതകളിലൂടെ ഒഴുകി നീങ്ങി. മണിനാദം കേട്ട് ഗ്രാമവാസികൾ പള്ളിക്കു മുന്നിൽ ഒത്തുകൂടി. ചങ്ങലകൾ പൊട്ടിയിരുന്നു. വാതിലുകൾ തുറന്നു കിടന്നു. അകത്ത് അന്ന ഫ്ലെച്ചറിന്റെ യാതൊരു അടയാളവുമില്ലായിരുന്നു. അവൾ പോയി. ബേക്കറുടെ ഭാര്യയായ മിസ്സിസ് കോർബെറ്റ് മന്ത്രിച്ചു. കൊണ്ടുപോയതല്ല, വർഷങ്ങൾ കൊണ്ട് തേഞ്ഞുപോയ ഒരു വടിയുമായി നടക്കുന്ന ഗ്രാമത്തിലെ ഏറ്റവും പ്രായം കൂടിയ ബ്രാൻവെൽ കിഴവൻ കിതിച്ചുകൊണ്ട് പറഞ്ഞു. അവന്റെ മങ്ങിയ കണ്ണുകൾ ഇപ്പോഴും ബലിപീഠത്തിന് മുകളിൽ തറച്ചിരിക്കുന്ന കണ്ണാടിയിലേക്ക് പാഞ്ഞു. വിഴുങ്ങി. ആ കണ്ണാടി അതിനിഷ്ടമുള്ളവരെ അവകാശപ്പെടുന്നു. അടക്കം പറച്ചിലുകൾ വേഗം പടർന്നു. കുട്ടികൾ അമ്മമാരെ മുറുകെ പിടിച്ചു. പുരുഷന്മാർ നിലത്തു തുപ്പി പ്രാർത്ഥനകൾ മന്ത്രിച്ചു. ബ്ലാക്ക്മിയറിലെ എല്ലാവർക്കും ആ കഥ അറിയാമായിരുന്നു. 60 വർഷം മുൻപ് പള്ളിക്കുള്ളിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ കാണാതായിരുന്നു. പുരോഹിതൻ അവരെ കണ്ടെത്തിയപ്പോൾ അവരുടെ പ്രതിബിംബങ്ങൾ വ്യത്യസ്തമായി ചലിച്ചു. അവർ ചിരിക്കാതിരുന്നപ്പോൾ ചിരിച്ചു. അവർ നിശ്ചലമായി നിന്നപ്പോൾ നടന്നു. അടുത്ത ദിവസം രാവിലെ കുട്ടികൾ പോയിരുന്നു. അവരുടെ മുഖങ്ങൾ ധരിച്ചുകൊണ്ട് തിരികെ വന്നത് മനുഷ്യരല്ലാത്തവരായിരുന്നു. പുരോഹിതൻ കണ്ണാടി ചങ്ങലകളാൽ ബന്ധിച്ച് വാതിലുകൾ പൂട്ടി മണി നിശബ്ദമാക്കിയിരുന്നു. അതുവരെ അന്നത്തെ രാത്രി കട്ടിയുള്ള മൂടൽമഞ്ഞ് ഗ്രാമത്തിലൂടെ ഉരുണ്ടുകൂടി. ഗ്രാമവാസികൾ അവരുടെ വാതിലുകൾ അടച്ചു. ജനലുകൾ കൊട്ടിയടച്ചു. വിളക്കുകൾ അണച്ചു. പക്ഷേ കൂപ്പർ കുടുംബത്തിന്റെ കുടിലിൽ കൊച്ചു ലിയോ ജനലിനടുത്തേക്ക് ഇഴഞ്ഞു ചെന്നു. ഭയത്തേക്കാൾ വലുതായിരുന്നു അവന്റെ ജിജ്ഞാസ. അവൻ മുഖം ഗ്ലാസിൽ അമർത്തി. മൂടൽമഞ്ഞിൽ എന്തോ ചലിക്കുന്നത് കണ്ടു. ആരോ പുറത്ത് നടക്കുന്നു. ലിയോ കണ്ണു ചിമ്മി. അവന്റെ ശ്വാസം നിലച്ചു. അത് അവൻ തന്നെയായിരുന്നു. ഒരു രണ്ടാമത്തെ ലിയോ, വിളറിയതും നിശബ്ദനും, ലോകം അറിയാതെ ഒരു നിഴലുപോലെ മൂടൽമഞ്ഞിലൂടെ നടന്നുപോവുകയായിരുന്നു.
അത് തല തിരിച്ചു. അത് വളരെ അകലെയായിരുന്നിട്ടും ലിയോക്ക് അറിയാമായിരുന്നു അത് ചിരിക്കുകയാണെന്ന്. അമ്മേ, അവൻ വിറച്ചുകൊണ്ട് മന്ത്രിച്ചു. അമ്മേ, അത് ഞാനാണ്. അവന്റെ അമ്മ അവനെ പിന്നിലേക്ക് വലിച്ചു. ഷട്ടറുകൾ വലിച്ചടിച്ചു. അവ പൂട്ടുകയും ചെയ്തു. പക്ഷെ പുറത്ത് മണി വീണ്ടും മുഴങ്ങാൻ തുടങ്ങി. ദിവസങ്ങൾക്കു ശേഷം ഒരു ഇടയൻ താൻ കുന്നിൻ മുകളിലെ പുൽമേട്ടിൽ ഒരു യുവതിയെ കണ്ടെന്ന് പറഞ്ഞു. അവൾ ഒരു റാന്തൽ പിടിച്ചിരുന്നു, പക്ഷേ അതിൽ തീനാളമില്ലായിരുന്നു. അവളുടെ വസ്ത്രങ്ങൾ നനഞ്ഞിരുന്നു. മുടി അവളുടെ മുഖത്ത് ഒട്ടിക്കിടന്നു. അവളുടെ കണ്ണുകൾ മൂടൽമഞ്ഞിൽ നേരിയതായി തിളങ്ങി. അന്ന ഫ്ലെച്ചർ, ഇടയൻ മന്ത്രിച്ചു. പക്ഷേ അവൻ അവളെ പിന്തുടർന്നില്ല. കാരണം അവളോടൊപ്പം നടന്നിരുന്നത് അവളുടെ പ്രതിബിംബമായിരുന്നു. പക്ഷേ അത് ഒരു കണ്ണാടിയിലായിരുന്നില്ല, ഗ്ലാസ്സിലുമായിരുന്നില്ല, തുറന്ന വായുവിൽ. അവൾ ചലിക്കാതെ നിന്നപ്പോൾ അത് ചലിച്ചു. അവൾ കരഞ്ഞപ്പോൾ അത് ചിരിച്ചു. അവൾ തല തിരിച്ചപ്പോൾ പ്രതിബിംബം അവന്റെ നേരെ തിരിഞ്ഞു. മനുഷ്യന്റെ വായ്ക്ക് ചേരാത്തത്ര മൂർച്ചയുള്ള പല്ലുകളോടെ അത് വാ പൊളിച്ച് ചിരിച്ചു. ഇടയൻ അതിനെക്കുറിച്ച് പിന്നീട് ഒരിക്കലും സംസാരിച്ചില്ല. 3-ാം രാത്രിയായപ്പോഴേക്കും മണിനാദം ഗ്രാമത്തിന് പുറത്തേക്ക് വ്യാപിച്ചിരുന്നു. ദൂരെയുള്ള റോഡുകളിലെ സഞ്ചാരികൾക്ക് അത് കേൾക്കാമെന്ന് അവർ പറഞ്ഞു. അത് അവരെ മൂടൽമഞ്ഞിലേക്ക് വിളിക്കുന്നതായി അവർക്ക് തോന്നി. പതിറ്റാണ്ടുകളുടെ നിശബ്ദതയ്ക്ക് ശേഷം കണ്ണാടി ഉണർന്നിരിക്കുന്നു. അത് വിശന്നിരിക്കുന്നുവെന്ന് ഗ്രാമവാസികൾ അടക്കം പറഞ്ഞു. ബ്രാൻവെൽ അവർക്ക് മുന്നറിയിപ്പ് നൽകി. മൂടൽമഞ്ഞിലേക്ക് നോക്കരുത്. മണിക്ക് ഉത്തരം നൽകരുത്. ദൈവത്തെ ഓർത്ത് ഒരിക്കലും കണ്ണാടിയിലേക്ക് നോക്കരുത്. പക്ഷെ ജിജ്ഞാസ് അവരെ കാർന്നുതിന്നു. ഭയം മൂർച്ചകൂട്ടി. എന്നിട്ടും മണി മുഴങ്ങിക്കൊണ്ടിരുന്നു, ഓരോ രാത്രിയിലും ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട്. അതു സംഭവിച്ചത് 7-ാം രാത്രിയിലായിരുന്നു. മണി അർദ്ധരാത്രിയിൽ മുഴങ്ങിയില്ല, അത് പുലർച്ചെ മുഴങ്ങി. ഗ്രാമവാസികൾ എന്നത്തേക്കാളും കട്ടിയുള്ള മൂടൽമഞ്ഞിലേക്കാണ് ഉണർന്നത്. വാതിലുകൾ ഞരങ്ങിക്കൊണ്ട് തുറന്നു. കുട്ടികൾ കരഞ്ഞുകൊണ്ട് കളിക്കാൻ വിളിക്കുന്ന അവരുടെ സ്വന്തം ശബ്ദം പുറത്ത് കേൾക്കുന്നുവെന്ന് അവകാശപ്പെട്ടു. ലിയോ, പുറത്തുവരൂ. കൂപ്പറിന്റെ വാതിൽക്കൽ മൂടൽമഞ്ഞ് മന്ത്രിച്ചു. അന്ന, പുറത്തുവരൂ. ഒന്നൊന്നായി വാതിലുകൾ തുറന്നു. രൂപങ്ങൾ പാതകളിലൂടെ നടന്നു. പരിചിതമായ മുഖങ്ങൾ, പരിചിതമായ വസ്ത്രങ്ങൾ. പക്ഷേ ഓരോ പുഞ്ചിരിയും തെറ്റായിരുന്നു. ഓരോ ചുവടും പൊള്ളയായി പ്രതിധ്വനിച്ചു. ഗ്രാമവാസികൾ അഭയം തേടി പള്ളിയിലേക്ക് ഓടിപ്പോയി. അകത്ത് കണ്ണാടി കാത്തിരുന്നു. അതിന്റെ ഗ്ലാസ്സിലൂടെ വിള്ളലുകൾ കൂടുതൽ വ്യാപിച്ചു. അതിനുള്ളിൽ നിന്ന് കറുത്ത പ്രകാശം മിടിച്ചു. പ്രതിബിംബങ്ങൾ അവയെത്തന്നെ അടർത്തിമാറ്റി കരിങ്കൽ തറയിലേക്ക് ഇറങ്ങി. പുരുഷന്മാർ അവരുടെ മുഖാമുഖം കണ്ടുമുട്ടി. വളരെ വേഗത്തിൽ ചലിക്കുന്ന കൈകളാൽ അവരുടെ കഴുത്തുകൾ അറുക്കപ്പെടുന്നത് അവർക്ക് അനുഭവപ്പെട്ടു. അമ്മമാർ നിലവിളിച്ചു. അവരുടെ കുട്ടികളുടെ നിഴലുകൾ അവരെ ഗ്ലാസ്സിലേക്ക് വലിച്ചിഴച്ചു. മണി തലയ്ക്കു മുകളിൽ കാതുപൊട്ടുന്ന ശബ്ദത്തിൽ മുഴങ്ങി. ആ അരാജകത്വത്തിനിടയിൽ അന്ന ഫ്ലെച്ചർ കണ്ണാടിക്ക് മുന്നിൽ നിന്നു. അവളുടെ കണ്ണുകൾ ഇപ്പോൾ ശൂന്യമായിരുന്നു. അവളുടെ പ്രതിബിംബം മുന്നോട്ട് നീണ്ട് അവളുടെ കൈയിൽ അമർത്തി. ഗ്ലാസ് വെള്ളം പോലെ ഉരുകി. അന്ന അതിലൂടെ കടന്നുപോയി. കണ്ണാടി അടഞ്ഞു. മണി നിശബ്ദമായി. ബ്ലാക്ക് മിയർ ഇപ്പോൾ കൂടുതൽ ശാന്തമാണ്. വളരെ ശാന്തം. പള്ളി ഇപ്പോഴും നിലകൊള്ളുന്നു. അതിന്റെ ഗോപുരം തകർന്നിട്ടുണ്ടെങ്കിലും മണി നിലത്തു തകർന്നു കിടക്കുന്നു. അതിന്റെ ഓട് ചീഞ്ഞ പഴം പോലെ പിളർന്നിരിക്കുന്നു. വാതിലുകളിൽ ഇപ്പോൾ ചങ്ങലകളില്ല. ബലിപീഠത്തിന് ഒരു പുരോഹിതൻ കാവലില്ല. പക്ഷെ കണ്ണാടി അവിടെ തന്നെയുണ്ട്. ഇപ്പോൾ ഒരു കീറിയ തുണി കൊണ്ട് മൂടിയിരിക്കുന്നു. എങ്കിലും നിങ്ങൾ രാത്രിയിൽ പള്ളിയുടെ ഉള്ളിൽ നിന്നാൽ ഗ്ലാസ് ശ്വാസമെടുക്കുന്നത് കേൾക്കുമെന്ന് ഗ്രാമവാസികൾ പറയുന്നു. ചിലപ്പോൾ മൂടൽമഞ്ഞിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരാൾ നിങ്ങളുടെ മുന്നിലൂടെ നടന്നു പോകുന്നത് കാണാം. ചിലപ്പോൾ അത് നിങ്ങൾ തന്നെയായിരിക്കും. നിങ്ങൾ പിന്തുടർന്നാൽ നിങ്ങൾ ഒരിക്കലും തിരികെ വരില്ല.